നമസ്കാരം. നോക്കാം അതിവേഗ വാർത്തകൾ. ഘടകകക്ഷി എതിരഭിപ്രായം വകവയ്ക്കാതെ കിഫ്ബി ടോൾ ഉറപ്പിച്ച് LDF. കിഫ്ബി സംരക്ഷണത്തിന് സർക്കാർ നടപടി വേണമെന്ന് ഇടതുമുന്നണിയുടെ സർക്കുലറിൽ പറയുന്നു. പാലക്കാട് ബ്രൂവറിക്ക് അനുമതി നൽകിക്കൊണ്ടുള്ള നിർദ്ദേശങ്ങളും സർക്കുലറിലുണ്ട്. സർക്കുലറിന്റെ പകർപ്പ് കേരള വിഷൻ ന്യൂസിന് ലഭിച്ചു. കണ്ണൂർ അഴീക്കോട് നീർക്കടവിൽ വെടിക്കെട്ടിനിടെയുണ്ടായ അപകടത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരം. നീർക്കടവ് മുച്ചിരിയൻ ക്ഷേത്രത്തിൽ ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് അപകടമുണ്ടായത്. തെയ്യം ഉത്സവത്തിന്റെ ഭാഗമായി നാട്ടിലെ ചില യുവാക്കൾ അമിട്ട് പൊട്ടിച്ചിരുന്നു. അതിന് മുകളിൽ പോയി പൊട്ടാതിരുന്ന നാടൻ അമിട്ട് താഴേക്ക് വീണ ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് പൊട്ടുകയായിരുന്നു. കോഴിക്കോട് ചോറോട് 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ വീടിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ചോറോട് ചെറുവട്ടാങ്കണ്ടി അൻസൽ മഹലിൽ നിസ മെഹക് അൻസറാണ് മരിച്ചത്. വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു. വടകര സെന്റ് ആന്റണീസ് ഗേൾസ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക സംഗമം കൊച്ചിയിൽ. ലുലു ബോൾഗാട്ടി അന്താരാഷ്ട്ര കൺവെൻഷൻ സെന്ററിൽ നടന്ന ഇൻവെസ്റ്റ് കേരള ഉച്ചകോടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ, വൻകിട വ്യവസായികൾ, വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കമുള്ള പ്രതിനിധികൾ ഉൾപ്പെടെ ഒട്ടേറെ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. 26 രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികൾ പങ്കെടുക്കുന്നു. സംഗമം നാളെ സമാപിക്കും. സംസ്ഥാനത്തെ ആശാവർക്കർമാർ അനിശ്ചിതകാല പണിമുടക്കിലേക്ക്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം ഇന്ന് 12ാം ദിവസം. കഴിഞ്ഞ ദിവസം മഹാസംഗമം സംഘടിപ്പിച്ചിരുന്നു. ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം സർക്കാർ അംഗീകരിക്കുന്നതുവരെ സമരം തുടരുമെന്ന് ആശാവർക്കർമാർ. മസ്തകത്തിൽ മുറിവേറ്റ് ചികിത്സയ്ക്കായി അതിരപ്പള്ളിയിൽ നിന്ന് കോടനാട് എത്തിച്ച ആനയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. മയക്കം വിട്ടുമാറിയെങ്കിലും ആന ക്ഷീണിതനാണ്. ആനയുടെ മുറിവിലെ അണുബാധ തുമ്പിക്കൈയിലേക്കും വ്യാപിക്കുന്നതായി ഡോക്ടർ. മസ്തകത്തിലെ മുറിവിലൂടെയാണ് ആന ശ്വാസം പുറത്തുവിടുന്നത്. ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും വെള്ളം കുടിക്കാൻ പ്രയാസം നേരിടുന്ന ആനയ്ക്ക് അണുബാധ സാധ്യത കൂടുതലാണെന്നും ഡോക്ടർമാർ. ഇസ്രായേലിലെ ടെലവീവിൽ 3 ബസ്സുകളിൽ സ്ഫോടനം. 2 ബസ്സുകളിലെ ബോംബുകൾ നിർവീര്യമാക്കി. നിർത്തിയിട്ട ബസ്സായതിനാൽ ആളപായങ്ങളില്ല. സംഭവം ഭീകരാക്രമണമെന്ന് സംശയിക്കുന്നതായി ഇസ്രായേൽ പോലീസ്. വരും മണിക്കൂറിൽ വെസ്റ്റ് ബാങ്കിൽ സൈനിക നീക്കമുണ്ടാകുമെന്നും പോലീസ്. സുരക്ഷാ പരിശോധനയുടെ ഭാഗമായി രാജ്യത്തെ എല്ലാ ബസ്സുകളും ട്രെയിനുകളും ലൈറ്റ് റെയിൽ ട്രെയിനുകളും നിർത്തിവെച്ചതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മലപ്പുറത്ത് മാനസിക രോഗിയായ മകൻ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തി. കാവപ്പുര സ്വദേശി ആമിനയെ മകൻ മുസമ്മിലാണ് കൊലപ്പെടുത്തിയത്. പിതാവ് പുറത്തുപോയ സമയത്തായിരുന്നു കൊലപാതകം. പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. താനൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. എറണാകുളം കാക്കനാട് കസ്റ്റംസ് ക്വാർട്ടേഴ്സിൽ GST അഡീഷണൽ കമ്മീഷണറെയും കുടുംബത്തെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വിശദാന്വേഷണത്തിലെ പോലീസ്. മരിച്ചത് ജാർഖണ്ഡ് സ്വദേശി മനീഷ് വിജയും സഹോദരിയും അമ്മയും. മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും. സഹോദരിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് കൂട്ടാത്മഹത്യക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അമേരിക്കയെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നവർ ഏത് ഗ്രഹത്തിലും വേട്ടയാടപ്പെടുമെന്ന് മുന്നറിയിപ്പ് നൽകി ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ മേധാവി കശ്യപ് പട്ടേൽ. അധികാരമേറ്റതിന് തൊട്ടു പിന്നാലെയായിരുന്നു മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥനും ഇന്ത്യൻ വംശജനുമായ അക്കാഷ് പട്ടേലിന്റെ പ്രതികരണം. FBI-ക്ക് ചരിത്രപരമായ ഒരു പാരമ്പര്യമുണ്ട്. സുതാര്യവും ഉത്തരവാദിത്വമുള്ളതും നീതിയോട് പ്രതിബദ്ധതയുമുള്ളതുമായ FBI അമേരിക്കൻ ജനത അർഹിക്കുന്നു. നീതിന്യായ വ്യവസ്ഥയുടെ രാഷ്ട്രീയവൽക്കരണം പൊതുജന വിശ്വാസത്തെ ഇല്ലാതാക്കി. അതിന്ന് അവസാനിക്കുകയാണെന്ന് കശ്യപ് പട്ടേൽ എക്സിൽ കുറിച്ചു. ചട്ടവിരുദ്ധമായി പടക്കം പൊട്ടിച്ചതും ആനകളുടെ കാലിൽ ചങ്ങല ഇല്ലാതിരുന്നതുമാണ് കൊയിലാണ്ടി ക്ഷേത്രോത്സവത്തിനിടെയുണ്ടായ അപകടത്തിന് വഴിവെച്ചതെന്ന് അന്തിമ റിപ്പോർട്ട്. സോഷ്യൽ ഫോറസ്ട്രി കൺസർവേറ്ററാണ് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനയിടഞ്ഞ സംഭവത്തിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചത്. സംഭവ ദിവസം പീതാംബരൻ എന്ന ആന മതപ്പാടിലായിരുന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. കാട്ടാന ഭീതി ഒഴിയാതെ ഇടുക്കി ചിന്നക്കനാൽ നിവാസികൾ. ചക്കക്കൊമ്പൻ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങി തുടങ്ങിയതോടെ വീടുകളിൽ സുരക്ഷിതമായി കിടന്നുറങ്ങാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണ് നാട്ടുകാർ. ഓരോ വർഷവും ഏക്കർ കണക്കിന് കൃഷിയും കാട്ടാനക്കൂട്ടം നശിപ്പിക്കാറുണ്ട്. ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരിക്കുന്ന കോൺഗ്രസ് വിമതർ CPIM-ൽ ചേരും. ബാങ്ക് ചെയർമാൻ അഡ്വക്കേറ്റ് GC പ്രശാന്ത് കുമാർ അടക്കമുള്ളവരാണ് ഇന്ന് CPIM-ൽ ചേരുക. വൈകിട്ട് കോട്ടൂളിയിൽ നടക്കുന്ന സ്വീകരണ സമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. SFIക്ക് പുതിയ നേതൃത്വം. ആർഷോയും അനുശ്രീയും മാറും. PS സഞ്ജീവ് സംസ്ഥാന സെക്രട്ടറിയാവും.
അനധികൃത പാറ പൊട്ടിക്കലും മണ്ണ് കടത്തലും നടത്തിയെന്ന പരാതിയിൽ CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസിനെതിരെ അന്വേഷണം. വർഗീസിനും മകനും മരുമകനുമെതിരെ അന്വേഷണം നടത്താൻ ഇടുക്കി ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ഇടുക്കിയിലെ ഉടുമ്പൻചോല അടക്കമുള്ള വിവിധ ഇടങ്ങളിലാണ് പാറ പൊട്ടിക്കലും ഖനനവും നടക്കുന്നത്. തൃശൂരിലെ ATM കവർച്ചാ കേസിലെ വെടിയേറ്റ പ്രതിയെ വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കവർച്ചാ സംഘം രക്ഷപ്പെടുന്നതിനിടെ തമിഴ്നാട് വെച്ചുണ്ടായ എൻകൗണ്ടറിൽ കാലിന് വെടിയേറ്റ് ചികിത്സയിലായിരുന്ന ഹരിയാന സ്വദേശി അസറുദ്ദീനെയാണ് തൃശൂരിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. പുഞ്ചക്കൊയ്ത്തിന് ആവശ്യത്തിന് കൊയ്ത്ത് യന്ത്രങ്ങൾ എത്തില്ലെന്ന് വിവരം. കോട്ടയം ജില്ലയിൽ 200 കൊയ്ത്ത് യന്ത്രങ്ങൾ ആവശ്യമായ സ്ഥാനത്ത് 50 എണ്ണമേ ലഭിക്കുന്നുള്ളൂ എന്നാണ് വിവരം. ജില്ലയിൽ 12,000 ഹെക്ടറിലെ വിളവെടുപ്പാണ് പൂർത്തിയാകാനുള്ളത്. ഇടുക്കി കുമളി മൂന്നാർ സംസ്ഥാന പാതയോരത്ത് ചക്കിൽ കെട്ടി മാലിന്യം തള്ളി. നെടുങ്കണ്ടത്തിന് സമീപം കൈലാസപ്പാറ മുതൽ പാറത്തോട് വരെയുള്ള ഭാഗങ്ങളിലാണ് മാലിന്യം കിടക്കുന്നത്. റോഡിന്റെ ഇരുവശത്തുമായി 100-ലധികം ചാക്കുകളിലാണ് മാലിന്യമുള്ളത്. റോഡരികിൽ മാലിന്യം പ്രത്യക്ഷപ്പെട്ടിട്ട് ദിവസങ്ങളായെങ്കിലും ഇവ നീക്കം ചെയ്യുന്നതിനോ ആരാണ് മാലിന്യം നിക്ഷേപിച്ചതെന്ന് കണ്ടെത്തുന്നതിനോ അധികൃതർ നടപടി സ്വീകരിച്ചിട്ടില്ല. വിസ്മൃതിയിലേക്ക് മറയുകയാണ് കാസർകോട്ടെ പുകയിലപ്പാടങ്ങൾ. സർക്കാരിന്റെ പുകയില ഉപയോഗ നിയന്ത്രണവും വിപണി കണ്ടെത്താനാവാത്തതുമാണ് കർഷകരെ പിന്നോട്ടടിപ്പിക്കുന്നത്. പുകയില കർഷകരെ സംരക്ഷിക്കുന്നതിനായി ബദൽ സംവിധാനം ഒരുക്കണമെന്നും ആവശ്യം. തെക്കിന്റെ കാശ്മീരായ മൂന്നാറിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ചിന്നക്കനാൽ സൂര്യനെല്ലി മേഖല. ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ ദിവസവും എത്തുന്ന ഈ മേഖലയിൽ ഗതാഗത യോഗ്യമായ ഒരു റോഡില്ല. ദേശീയപാതയിൽ നിന്നും ചിന്നക്കനാലിലേക്കുള്ള 3 കിലോമീറ്റർ ദൂരമാണ് പൂർണ്ണമായും തകർന്ന് കുണ്ടും കുഴിയുമായി കിടക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഈ വിഷയത്തിൽ ഇടപെടണമെന്നും റീടെൻഡർ നടത്തി റോഡ് എത്രയും പെട്ടെന്ന് ഗതാഗത യോഗ്യമാക്കണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം. കൊല്ലം ഓയൂരിലെ ഫയർ സ്റ്റേഷൻ ഫയലിൽ ഉറങ്ങുന്നു. പ്രഖ്യാപനം കഴിഞ്ഞ് 2 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും ഫയർ സ്റ്റേഷന് വേണ്ടിയുള്ള നടപടികൾ എങ്ങും എത്തിയിട്ടില്ല. ഓയൂരിലും പരിസര പ്രദേശങ്ങളിലും തീപിടുത്തമോ മറ്റോ അപകടങ്ങളോ സംഭവിച്ചാൽ കൊട്ടാരക്കര, കുണ്ടറ, കടക്കൽ, പരവൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് ഫയർഫോഴ്സ് എത്തുന്നത്. വർക്കലയിൽ കേരള ജല അതോറിറ്റിയുടെ ഭീമൻ ജലസംഭരണി നാട്ടുകാർക്ക് ഭീഷണിയാകുന്നു. ജലസംഭരണിയുടെ ടാങ്ക് പൊട്ടി വെള്ളം പുറത്തേക്ക് ഒഴുകുന്നതിനാൽ വഴി നടക്കാൻ പോലും സാധിക്കുന്നില്ലെന്ന് പരാതി. പരിഹാരം ആവശ്യപ്പെട്ടിട്ടും അധികൃതർ മുഖം തിരിക്കുകയാണെന്നും ആക്ഷേപം. വിള ഇൻഷുറൻസും പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസവും ലഭിക്കാതെ കർഷകർ. 2023 മുതലുള്ള പണം ലഭിച്ചില്ലെന്നാണ് കർഷകരുടെ പരാതി. കരകൃഷി നശിച്ച കർഷകർക്കുള്ള പണമാണ് ലഭിക്കാനുള്ളത്. സർക്കാർ വഴിപാട് പോലെ കണക്കുകൾ ശേഖരിക്കാറുണ്ടെങ്കിലും പണം ലഭിക്കാറില്ലെന്ന് കർഷകരുടെ ആരോപണം. ഇടുക്കി നെടുങ്കണ്ടം പഞ്ചായത്തിൽ ദൈനംദിന ചെലവുകളിൽ കൃത്രിമം കാട്ടി ലക്ഷങ്ങൾ തട്ടിയെടുത്ത മുൻ അക്കൗണ്ടന്റിനെ സസ്പെൻഡ് ചെയ്തു. നിലവിൽ പീരുമേട് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയായ PB ബിനോയിയെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. 176 രൂപയുടെ സ്ഥാനത്ത് 10,176 രൂപയുടെ ചെക്ക് പാസാക്കിയതായി കണ്ടെത്തിയിരുന്നു. തൃശൂർ ചെമ്മാപ്പള്ളിയിലെ ആക്രിക്കടയിൽ ജോലി ചെയ്യുകയായിരുന്ന ബംഗ്ലാദേശികളെന്ന് സംശയിക്കുന്ന 3 പേർ പോലീസ് കസ്റ്റഡിയിൽ. അന്തിക്കാട് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് നടപടി. ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന 2 പേർ ഓടി രക്ഷപ്പെട്ടു. കസ്റ്റഡിയിലെടുത്തവരുടെ കയ്യിൽ മതിയായ രേഖകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. പോലീസ് ചോദ്യം ചെയ്യലിൽ കൊൽക്കത്ത സ്വദേശികൾ എന്നാണ് ഇവർ മൊഴി നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ്. ഇടുക്കിയിൽ കുടുംബ വഴക്കിനെ തുടർന്ന് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച ഭർത്താവ് അറസ്റ്റിൽ. മൂന്നാർ നല്ലതണ്ണി എസ്റ്റേറ്റിൽ വെസ്റ്റ് ഡിവിഷനിൽ ജ്ഞാനശേഖറാണ് പോലീസിന്റെ പിടിയിലായത്. കഴുത്തിന് ഗുരുതരമായി വെട്ടേറ്റ ഇയാളുടെ ഭാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ചുമട്ടുതൊഴിലാളികളുടെ നിരന്തര ഭീഷണിയെ തുടർന്ന് കച്ചവടം അവസാനിപ്പിച്ച് വ്യാപാരി. കൂലി വർധനവ് ആവശ്യപ്പെട്ടാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. പിന്നീട് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്നതിലേക്ക് വളർന്നെന്ന് ഹജർ സ്റ്റോൺ മാനേജ്മെന്റ് അറിയിച്ചു. ചങ്ങലയിട്ട് പൂട്ടിയ ശേഷം കടയ്ക്ക് മുന്നിൽ ഉടമ ഫ്ലെക്സ് ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട്. ഇടുക്കി മൂന്നാർ എക്കോ പോയിന്റിന് സമീപം കഴിഞ്ഞ ദിവസം വിനോദസഞ്ചാര ബസ് അപകടത്തിൽപ്പെട്ടത് അമിത വേഗതയിലായിരുന്നു എന്ന് മോട്ടോർ വാഹന വകുപ്പ്. വാഹനത്തിന്റെ വേഗത നിയന്ത്രിക്കാനുള്ള സ്പീഡ് ഗവർണർ പ്രവർത്തനരഹിതമാക്കിയ നിലയിലായിരുന്നുവെന്നും മോട്ടോർ വാഹന വകുപ്പ്. അപകടത്തിൽപ്പെട്ട ബസ് ഉയർത്തിയ ശേഷം മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തൽ. തിരുവനന്തപുരം ബാലരാമപുരത്ത് കഞ്ചാവ് വേട്ട. 45 കിലോ കഞ്ചാവുമായി 2 പേർ പോലീസ് പിടിയിലായി. അത്തിയറ ഭഗവതി ക്ഷേത്രത്തിനടുത്ത് വീട് വാടകയ്ക്കെടുത്ത് കഞ്ചാവ് ശേഖരിച്ചു വന്ന റഫീഖ്, ഷാനവാസ് എന്നിവരാണ് പിടിയിലായത്.
തിരുവനന്തപുരം സിറ്റി ഷാഡോ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിലാണ് ഇവർ പിടിയിലായത്. തിരുവനന്തപുരം നെടുമങ്ങാട് വൻ ചാരായവേട്ട. വലിയമല സ്റ്റേഷൻ പരിധിയിലെ വീട്ടിൽ നിന്നും 149 ലിറ്റർ വാറ്റ് ചാരായവും 39 ലിറ്റർ വൈനും വെടിമരുന്നും കാട്ടുപന്നിയുടെ അവശിഷ്ടങ്ങളും കണ്ടെത്തി. സംഭവത്തിൽ പ്രതി ഭജൻലാലിനെ റൂറൽ എസ്.പിയുടെ സ്പെഷ്യൽ ഡാൻസ് ഓഫ് ടീം പിടികൂടി. കാട്ടുപന്നി അവശിഷ്ടം കണ്ടെത്തിയത് വനം വകുപ്പും അന്വേഷിക്കും. കാസർഗോഡ് MDMA-യുമായി പിടിയിലായ പ്രതിക്ക് 2 വർഷം കഠിന തടവും 20,000 രൂപ പിഴയും വിധിച്ചു. തളങ്കര സ്വദേശി സുലൈമാൻ റിഫായിയെ ആണ് സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത്. 2021 ജൂലൈ മാസം 3-നാണ് തളങ്കര മാലിക് ദിനാർ പള്ളിക്ക് സമീപം വെച്ച് നിരോധിത മയക്കുമരുന്നായ MDMA-യുമായി പ്രതി പിടിയിലാകുന്നത്. തൃശൂർ വല്ലപ്പാടിയിൽ ബൈക്കിലെത്തി സ്ത്രീയുടെ മാലം പൊട്ടിച്ചെടുക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികളെ റിമാൻഡ് ചെയ്തു. കാഞ്ഞിരപ്പള്ളി സ്വദേശി അനിൽ, പെരിങ്ങൽകുത്ത് സ്വദേശി അമൽ കൃഷ്ണ എന്നിവരാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസമാണ് വല്ലപ്പാടി സ്വദേശിനിയുടെ 3 പവന്റെ മാല പൊട്ടിച്ചെടുക്കാൻ പ്രതികൾ ശ്രമിച്ചത്. ഇന്ന് ലോക മാതൃഭാഷാ ദിനം. ഭാഷകൾക്കതീതമായി മനുഷ്യർ ഒന്നുചേരുന്ന ലോകത്ത് മാതൃഭാഷയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നതിന് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദിനം. 1999 നവംബറിലാണ് ബംഗ്ലാദേശ് മുന്നോട്ട് വെച്ച ആവശ്യത്തെ തുടർന്ന് ഐക്യരാഷ്ട്രസഭ ഫെബ്രുവരി 21 ലോക മാതൃഭാഷാ ദിനമായി പ്രഖ്യാപിച്ചത്. കേരളത്തിലെ ജനവാസ മേഖലകളിൽ വർദ്ധിച്ചു വരുന്ന പാമ്പുകടി മൂലമുണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കുന്നതിനായി സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയായ സർപ്പയ്ക്ക് 4 വർഷം. ഈ കാലയളവിനുള്ളിൽ 48,000-ൽ പരം പാമ്പുകളെയാണ് സുരക്ഷിതമായി പിടികൂടി അനുയോജ്യമായ ഇടങ്ങളിൽ തുറന്നുവിട്ടത്. ദുബായിലും ലാസ് വേഗാസിലും മായിക കാഴ്ചകളുടെ വിസ്മയമൊരുക്കിയ സൂപ്പർ എക്സ്പോ അടൂരിലും. വടക്കേടത്തുകാവ് പഞ്ചായത്ത് ഓഫീസിന് സമീപം അമ്പിയിൽ ഒരുക്കിയിരിക്കുന്നത് 360 ഡിഗ്രി സൂപ്പർ റിയാലിറ്റി എക്സ്പോ. മാർച്ച് 9 വരെ എല്ലാ ദിവസവും വൈകിട്ട് 3 മണി മുതൽ 10 മണി വരെയാണ് പ്രവേശനം. മുതിർന്ന കോൺഗ്രസ് നേതാവും MP-യുമായ സോണിയാഗാന്ധി ആശുപത്രിയിൽ. ഉദരസംബന്ധമായ അസുഖത്തെ തുടർന്ന് ഡൽഹിയിലെ സർ ഗംഗാറാം ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. സ്ത്രീധനം നേരിട്ട് ആവശ്യപ്പെട്ടില്ലെന്നതുകൊണ്ട് ഭാര്യയ്ക്കെതിരായ ക്രൂരത കുറ്റത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഭർത്താവിനോ വീട്ടുകാർക്കോ കഴിയില്ലെന്ന് സുപ്രീം കോടതി. സ്ത്രീധനം ആവശ്യപ്പെട്ടില്ലെന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ക്രൂരത സംബന്ധിച്ച കുറ്റം ഒഴിവാക്കുന്നതിനുള്ള കാരണമാകില്ല. സ്ത്രീധനം ആവശ്യപ്പെട്ടില്ലെങ്കിലും IPC-യിലെ 498A കുറ്റം നിലനിൽക്കുമെന്നും ജഡ്ജിമാരായ വിക്രംനാഥ്, പ്രസന്ന B. വരാലെ എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി. ഗുരുവായൂർ ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് കലശ ചടങ്ങുകൾ തുടങ്ങുന്ന മാർച്ച് 2 മുതൽ ആറാട്ട് ദിവസമായ മാർച്ച് 19 വരെ നാലമ്പലത്തിനകത്ത് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനമുണ്ടാകില്ലെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. ആറന്മുള വള്ളസദ്യയുടെ 2025-ലെ ബുക്കിംഗ് ആരംഭിച്ചതായി പള്ളിയോട സേവാ സംഘം ഭാരവാഹികൾ. ജൂലൈ 13 മുതൽ ഒക്ടോബർ 2 വരെയാണ് വള്ളസദ്യ വഴിപാട്. 82 ദിവസത്തെ വഴിപാടിനായി ഇതിനോടകം തന്നെ 100 കണക്കിന് സദ്യ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഒരു ദിവസം പരമാവധി 15 സദ്യ വീതം നടത്താൻ സൗകര്യമുണ്ട്. തിരുവനന്തപുരത്ത് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി പിടിയിൽ. ബാലരാമപുരം കൊട്ടുകാൽക്കോണം സ്വദേശി ഷിബുവിനെയാണ് പോലീസ് പിടികൂടിയത്. അന്തിയൂർക്കോണം സ്വദേശി ബിജുവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലായിരുന്നു അറസ്റ്റ്. ബിജു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാസർഗോഡ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് LIC ജീവനക്കാർ 1 മണിക്കൂർ പണിമുടക്കി ഇറങ്ങിപ്പോക്ക് സമരം നടത്തി. വർഷങ്ങളായി ഒഴിഞ്ഞുകിടക്കുന്ന ക്ലാസ് 3, 4 വിഭാഗം തസ്തികകളിൽ ഉടൻ നിയമനം നടത്തുക, 85%-ലധികം ജീവനക്കാരെ പ്രതിനിധീകരിക്കുന്ന ഓൾ ഇന്ത്യ ഇൻഷുറൻസ് എംപ്ലോയീസ് അസോസിയേഷൻ അംഗീകാരം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. LIC എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ വ്യാഴാഴ്ചയാണ് സമരം നടത്തിയത്. തൃശൂർ ആളൂരിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് തടഞ്ഞതിൽ ആക്രമണം നടത്തിയ പ്രതി റിമാൻഡിൽ. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് തടഞ്ഞതിലുള്ള വിരോധത്തിൽ പുന്നേലിപ്പടിയിൽ ജുബിനെ ഗുരുതരമായി പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് മുഹമ്മദ് ഷഹീനെ അറസ്റ്റ് ചെയ്തത്. കൊല്ലം പത്തനാപുരത്ത് വഖഫ് ഭേദഗതി ബില്ലിനെതിരെ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. നടുക്കുന്ന് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ ജമാഅത്ത് ഫെഡറേഷൻ, ലജ്നത്തുൽ മുഅല്ലിമീൻ യുവജന ഫെഡറേഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ധർണ സംഘടിപ്പിച്ചത്. പഞ്ചാരിമേളത്തിൽ വാദ്യവിസ്മയം തീർത്ത് പെൺകൂട്ടായ്മ. പാലക്കാട് മുതുതല പഞ്ചായത്ത് വനിതാ ടീം അംഗങ്ങളാണ് പഞ്ചാരിമേളത്തിൽ കൊട്ടിക്കയറിയത്. മുതുതല അയ്യപ്പൻകാവിൽ നടന്ന ശ്രീലയം ടീമിലെ 12 അംഗങ്ങളുടെ അരങ്ങേറ്റം ആവേശമായി.
5 ഏക്കർ സ്ഥലത്ത് സമ്മിശ്ര കൃഷിയിലൂടെ മികച്ച വരുമാനം നേടുകയാണ് തൃശൂർ എടപ്പാൾ സ്വദേശിനി ബിന്ദു. നെല്ല് മുതൽ ശർക്കരക്കിഴങ്ങ് വരെ ബിന്ദുവിന്റെ കൃഷിയിടത്തിൽ സമൃദ്ധമായി വിളയുന്നു. പാട്ടത്തിനടുത്ത് 5 ഏക്കറിലേറെ സ്ഥലത്താണ് ബിന്ദുവിന്റെ നെൽകൃഷി. ക്ഷീര കാർഷിക മേഖലയിലും സജീവമാണിവർ. വിപണിയിലെ VIP ആയി ചക്ക. ചക്കകൾക്ക് വിപണിയിൽ പ്രിയമേറിയതോടെ 500 രൂപയ്ക്ക് മുകളിലാണ് വില. വരിക്ക ഇനത്തിൽപ്പെട്ട ചക്കകളടക്കം കടൽ കടക്കാൻ തുടങ്ങിയതോടെയാണ് വിലയും കുതിച്ചു വരാൻ തുടങ്ങിയത്. തൃശൂർ പാടൂരിൽ 4ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ജാസിമിന്റെ കരവിരുതിൽ നിർമ്മിച്ചത് ഇരുനില ഭവനം. ജാസിം ഹൗസ് എന്നാണ് വീടിന് പേര് നൽകിയിട്ടുള്ളത്. ഇപ്രാവശ്യം സ്കൂളിൽ നിന്നും വിരമിക്കുന്ന തന്റെ പ്രിയപ്പെട്ട അധ്യാപകൻ ജാബിർ മാഷിനാണ് വീട് സമർപ്പിക്കുന്നത്. ആലപ്പുഴ എടത്വയിൽ പതിറ്റാണ്ടുകളായി തരിശായി കിടന്ന പുഞ്ചനിലത്തിൽ 100 മേനി വിളയിച്ച് കർഷകർ. 4 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്തിലെ ആദ്യത്തെ കൊയ്ത്തുത്സവം നടന്നു. 22 ഏക്കർ വിസ്തൃതിയുള്ള പാടശേഖരത്തിൽ കർഷകനായ ബിജു ഡേവിഡിന്റെ നേതൃത്വത്തിൽ സമീപ പാടശേഖര കർഷകരുടെയും തൊഴിലാളികളുടെയും പരിശ്രമത്തിലാണ് കൃഷി ആരംഭിച്ചത്. ഇടുക്കി ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിൽ തോട് ശുചീകരണം നടത്തി. മാലിന്യമുക്ത നവകേരളം ഇനി ഞാൻ ഒഴുകട്ടെ 3.0ന്റെ ഭാഗമായാണ് തൊണ്ടിക്കുഴ ചാലംകോട് വലിയ തോട് ശുചീകരണം നടത്തിയത്. ഗ്രീൻ ഇടവെട്ടി 2025ന്റെ ഭാഗമായി നടത്തിയ മെഗാ ശുചീകരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ നെല്ലങ്കരയിൽ മരപ്പണിയിൽ വിസ്മയങ്ങൾ തീർത്തിരുന്ന സുബ്രന് കൈത്താങ്ങായി INC കൂട്ടായ്മ. വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ നേരിടുന്ന ആരോരും തുണയില്ലാത്ത സുബ്രന് പ്രാഥമിക ശുശ്രൂഷകളും ഭക്ഷണ സൗകര്യങ്ങളും ആശുപത്രി ചികിത്സാ സഹായങ്ങളും ചെയ്തു കൊടുത്തു. ആലപ്പുഴ മാവേലിക്കരയിൽ പുസ്തക പ്രകാശനം നടന്നു. K. ജനാർദ്ദനൻ പിള്ള എഴുതിയ ഒരു ഓണാടൻ ഷെയ്ഖ് എന്ന നോവലിന്റെ പ്രകാശന ഉദ്ഘാടനം മാവേലിക്കര MLA MS അരുൺകുമാർ നിർവഹിച്ചു. മലപ്പുറത്ത് രജിസ്ട്രേഡ് ക്ലബ്ബുകൾക്ക് LCD പ്രൊജക്ടർ വിതരണം ചെയ്തു. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പ്രൊജക്ടർ വിതരണം ചെയ്തത്. ബ്ലോക്ക് പഞ്ചായത്ത് പകൽ വീട് ഹാളിൽ നടന്ന ചടങ്ങ് MLA ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കാലടി ഗ്രാമപഞ്ചായത്തിലെ ഒതവഞ്ചേരിയിൽ നിർമ്മിക്കുന്ന ആരോഗ്യ ഉപകേന്ദ്രത്തിന്റെ പ്രവൃത്തികൾ ആരംഭിച്ചു. കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം MLA KT ജലീൽ നിർവഹിച്ചു. ചടങ്ങിൽ കാലടി പഞ്ചായത്ത് പ്രസിഡന്റ് KG ബാബു അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ കേരള പാചക കാറ്ററിംഗ് തൊഴിലാളി യൂണിയൻ ജില്ലാ സമ്മേളനം 22-ന് കളർകോട് അഞ്ജലി ഓഡിറ്റോറിയത്തിൽ നടക്കും. യൂണിയന്റെ നേതൃത്വം NK പ്രേമചന്ദ്രൻ MP ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി UTUCയുമായി സഹകരിച്ച് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചതിന്റെ മുന്നോടിയായാണ് ജില്ലാ സമ്മേളനത്തിന് തുടക്കം കുറിക്കുന്നത്. തൃശൂർ പാവറട്ടിയിലെ ബുഷിഡോ കൈക്കാൻ ഫുൾ കോണ്ടാക്ട് കരാട്ടെ ആൻഡ് കിക്ക് ബോക്സിംഗ് ഓർഗനൈസേഷന്റെ 36ാം വാർഷികം 22-ന് നടക്കും. പൊതുസമ്മേളനം വൈകിട്ട് 3-ന് മന്ത്രി V. അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി മത്സ്യ കിസാൻ സമൃദ്ധി സഹയോജന പദ്ധതി പരിചയപ്പെടുത്തുന്നതിനും പദ്ധതിയിലേക്ക് അപേക്ഷ സ്വീകരിക്കുന്നതിനുമായി ഫിഷറീസ് വകുപ്പ് അപേക്ഷാ സമാഹരണ ക്യാമ്പ് നടത്തും. ഫെബ്രുവരി 25-ന് രാവിലെ 9:30-ന് ചാലക്കുടി രാജീവ് ഗാന്ധി ടൗൺ ഹാളിലാണ് ക്യാമ്പ്. ഇടുക്കി ദേവികുളം സബ് ഓഫീസിന്റെയും അടിമാലി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെയും നേതൃത്വത്തിൽ അടിമാലിയിൽ ബസ് ജീവനക്കാർക്കായുള്ള ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ഇടുക്കി റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ഷബീർ PM പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംരംഭകരാകാൻ ആഗ്രഹിക്കുന്ന വനിതകൾക്കായുള്ള പരിശീലന പരിപാടിക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. 5 ദിവസത്തെ വനിതാ സംരംഭകത്വ വികസന പരിപാടിയാണ് നടത്തുന്നത്. 24 മുതൽ മാർച്ച് 1 വരെ എറണാകുളം കളമശ്ശേരിയിലുള്ള കിഡ് ക്യാമ്പസിലാണ് പരിപാടി. ചെങ്ങന്നൂരിൽ മികച്ച ജനസേവനത്തിനുള്ള അംഗീകാരമായി ആല വില്ലേജ് ഓഫീസിന് റവന്യൂ അവാർഡ്. ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസിനുള്ള അവാർഡാണ് ലഭിച്ചത്. നാട്ടുകാർക്ക് ചെയ്ത നല്ല സേവനങ്ങൾക്കുള്ള അംഗീകാരമായിട്ടാണ് അവാർഡിനെ കാണുന്നതെന്ന് വില്ലേജ് ഓഫീസർ പറഞ്ഞു. മലപ്പുറം വളാഞ്ചേരിയിലെ തൊഴുവാനൂർ ചാത്തൻകാവിലെ പൂരാഘോഷം പരമ്പരാഗത ചടങ്ങുകളോടെ നടന്നു. രാവിലെ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, ഉപദേവന്മാർക്കുള്ള പൂജകൾ എന്നിവയും വൈകിട്ട് ഗജവീരന്മാരുടെയും താലപ്പൊലിയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ സന്ധ്യാവേല എഴുന്നള്ളിപ്പുമുണ്ടായി.
OTT പ്ലാറ്റ്ഫോമുകൾക്ക് മുന്നറിയിപ്പുമായി കേന്ദ്രം. 2021 IT നിയമത്തിലെ ചട്ടങ്ങൾ പാലിക്കണമെന്നും ഇല്ലെങ്കിൽ കർശന നടപടിയുണ്ടാകുമെന്നും വാർത്താ വിതരണ മന്ത്രാലയം അറിയിച്ചു. മുന്നറിയിപ്പ് യൂട്യൂബർ രൺബീർ അല്ലാബാദിയുടെ അശ്ലീല പരാമർശ വിവാദത്തിന് പിന്നാലെ. ദൃശ്യം 3 പ്രഖ്യാപിച്ച് മോഹൻലാൽ. ഭൂതകാലം ഒരിക്കലും നിശബ്ദമല്ല എന്ന വാക്കുകളോടെയാണ് സിനിമയുടെ 3ാം ഭാഗം എത്തുന്ന കാര്യം മോഹൻലാൽ പങ്കുവച്ചത്. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ചിത്രമാണ് ദൃശ്യം. വിജയരാഘവനെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ ശരത്ചന്ദ്രൻ RJ സംവിധാനം ചെയ്യുന്ന ഔസേപ്പിന്റെ ഒസ്യത്ത് എന്ന ചിത്രത്തിന്റെ ടീസർ പുറത്തിറങ്ങി. മെയ്ഗൂർ ഫിലിംസിന്റെ ബാനറിൽ എഡ്വേർഡ് അന്തോണിയാണ് ചിത്രം നിർമ്മിക്കുന്നത്. ദിലീഷ് പോത്തൻ, കലാഭവൻ ഷാജോൺ, ഹേമന്ത് മേനോൻ തുടങ്ങി നിരവധി പേർ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിനെ സന്ദർശിച്ച നടൻ മമ്മൂട്ടി. ദില്ലിയിൽ ചലച്ചിത്ര ചിത്രീകരണത്തിനെത്തിയപ്പോഴാണ് ഉപരാഷ്ട്രപതിയെ മമ്മൂട്ടി വസതിയിലെത്തി സന്ദർശിച്ചത്. മോഹൻലാലും മമ്മൂട്ടിയും പ്രധാന വേഷത്തിലെത്തുന്ന മഹേഷ് നാരായൺ ചിത്രത്തിന്റെ ഷൂട്ടിനാണ് മമ്മൂട്ടി ദില്ലിയിലെത്തിയത്. ജോൺ ബ്രിട്ടാസ് MPക്കൊപ്പമായിരുന്നു കൂടിക്കാഴ്ച. ശ്വാസകോശ അണുബാധയെ തുടർന്ന് റോമിലെ ജെമല്ലി ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില മെച്ചപ്പെടുന്നു. ആശുപത്രിയിൽ 6 ദിവസം പിന്നിട്ട് അദ്ദേഹം എഴുന്നേറ്റിരിക്കാനും ഭക്ഷണം കഴിക്കാനും തുടങ്ങിയതായി വത്തിക്കാൻ അറിയിച്ചു. രക്തപരിശോധനാ ഫലത്തിലും പുരോഗതി പ്രകടമാണ്. അമേരിക്കയിൽ നിന്ന് നാടുകടത്തിയ 300ഓളം കുടിയേറ്റക്കാർ പനാമയിലെ ഹോട്ടലിൽ തടവിൽ. ഇന്ത്യ, ഇറാൻ, നേപ്പാൾ, ചൈന, ശ്രീലങ്ക, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണിവർ. ഹോട്ടലിലെ ജനാലക്കരികിൽ നിന്ന് സഹായം അഭ്യർത്ഥിക്കുന്നവരുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. പനാമയിലെത്തിയ ഇന്ത്യക്കാർ സുരക്ഷിതരാണെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. UAEയിൽ ബിസിനസ് രംഗത്ത് നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് 6 മാസത്തെ സന്ദർശക വിസ വരുന്നു. 6 മാസത്തിനിടെ പലവട്ടം രാജ്യത്തേക്ക് വരാൻ പുതിയ വിസയിൽ സൗകര്യമുണ്ടാകും. നിക്ഷേപകർ, സംരംഭകർ, വിദഗ്ധരായ പ്രൊഫഷണലുകൾ, ബിസിനസ്സുകളിൽ സാമ്പത്തിക പങ്കാളിത്തം വഹിക്കുന്നവർ തുടങ്ങിയവർക്കാണ് പ്രത്യേക സന്ദർശക വിസ അനുവദിക്കുക. സൗദി റിയാലിന് ഔദ്യോഗിക ചിഹ്നം പുറത്തിറക്കി സൗദി അറേബ്യൻ മോണിറ്ററിംഗ് ഏജൻസി. ഭരണാധികാരി സൽമാൻ രാജാവിന്റെ അംഗീകാരത്തോടെയാണ് ചിഹ്നം പുറത്തിറക്കിയത്. അറബിക് കാലിഗ്രാഫിയിൽ രൂപകൽപ്പന ചെയ്തതാണ് ചിഹ്നം. മെൽബണിലെ ആർത്തൂർ നദിക്ക് സമീപത്ത് കൂട്ടത്തോടെ അടിഞ്ഞ് കൊലയാളി തിമിംഗലങ്ങൾ. തീരത്തടിഞ്ഞത് ഡോൾഫിൻ വിഭാഗത്തിലെ 157 ഫോൾസ് കില്ലർ വെയിലുകൾ. തിമിംഗലങ്ങളെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെ ദയാവധത്തിനൊരുങ്ങി അധികൃതർ. ഒപ്പോ ഫൈൻഡ് N5 പുറത്തിറങ്ങി. ലോകത്തിലെ ഏറ്റവും കട്ടി കുറഞ്ഞ മടക്കാവുന്ന ഫോണാണ് ഒപ്പോ ഫൈൻഡ് N5. തുറക്കുമ്പോൾ ഒപ്പോ ഫൈൻഡ് N5ന്റെ കട്ടി 4.21 mm മാത്രമാണ്. 5600 mAh ബാറ്ററിയുള്ള ആദ്യത്തെ മടക്കാവുന്ന ഫോൺ കൂടിയാണിത്. IP റേറ്റിംഗ് ഉള്ള ഈ ഫോൺ അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി ചെയ്യാൻ പ്രാപ്തമാണ്. രഞ്ജി ട്രോഫിയിൽ കേരളം ഫൈനലിൽ. സെമിയിൽ ഗുജറാത്തിനെ മറികടന്ന് കേരളത്തിന് 2 റൺസ് ലീഡ്. കേരളം ഫൈനലിൽ എത്തുന്നത് ഇതാദ്യം. ഫൈനലിൽ മുംബൈ വിദർഭ മത്സരത്തിലെ വിജയികളെ നേരിടും. ജയം ആവേശകരമായ അന്ത്യത്തിലൂടെ. അതിവേഗ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.